അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എല്ലാ സാധനവും വെച്ച് ഈ ചിക്കൻ പക്കോട ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ബെസ്റ്റ് ചിക്കൻ പക്കോട അത്രക്കൊന്നും വേണ്ട, നല്ലൊരു ചിക്കൻ പക്കോട കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പോയി ട്രൈ ചെയ്തോളി. 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടിനി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. ദെൻ അരിഞ്ഞു വെച്ച മല്ലിയില, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ അവിടെ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കടലമാവ്, 3 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പോയി ഫ്രൈ ചെയ്തെടുത്ത് വന്നാലോ അല്ലേ? അപ്പം നമ്മൾ ഈ ചിക്കൻ പക്കോട ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ളൂ ഞാൻ പറയുന്നത്. കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു വെറുതെ പോയാൽ പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ, ബൈ.